അമ്മ മാതാവിൻ്റെ തിരുവൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം നൽകിയ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് മോളി, ഇതെൻ്റെ ഹസ്ബൻഡ് ബിജു. ഞങ്ങൾ പാലാ രൂപതയിലെ രാമപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2019 പിന്നീട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. പിന്നീട് ഞാനത് 2024 ഡിസംബർ 19 വീണ്ടും ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എനിക്ക് ഇസ്രായേൽ പോകാനൊരു ചാൻസ് വന്നിരുന്നു. പക്ഷേ എനിക്ക് ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. എനിക്ക് പേടിയും ടെൻഷനൊക്കെ ഉള്ളൊരു കൂട്ടത്തിലാണ്. ഞാനൊരു വീട്ടമ്മയായിട്ടാണ്, വീട്ടിലൊരു 10-14 വർഷമായിട്ട് വീട്ടമ്മയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഇൻ്റർവ്യൂ ബോർഡിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് 10-18 ലക്ഷം രൂപ കൊടുത്ത് പോകണം. അതുകൊണ്ട് എനിക്ക് ഇത് ഫോർവേഡ് ചെയ്യാനൊരു വിഷമം പോലെയായിരുന്നു. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ 4ാമത്തെ നിയോഗമായിട്ടാണ് ഞാൻ ഇസ്രായേൽ പോകാനുള്ളത് വെച്ചത്. ദൈവഹിതമാണെങ്കിൽ മാത്രം എനിക്ക് നടത്തി തരണമേ എന്നാണ് ഞാൻ അതിൽ എഴുതിയിരുന്നത്. പിന്നീട് ഞാൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എൻ്റെ പേപ്പർ വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തു. ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ എൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അതെല്ലാം ഈസി ആയിട്ട് തന്നെ നടന്നു. പിന്നീട് ജനുവരിയിൽ ക്ലാസ്സിന് പോയി വന്ന ഉടനെ തന്നെ എൻ്റെ എംപ്ലോയർ ഇൻ്റർവ്യൂ നടന്നു. അതിൽ ഞാൻ പാസ്സായി. അപ്പോൾ ഞാൻ അറിഞ്ഞു അതൊരു ലിഫ്റ്റർ പേഷ്യൻ്റാണ്. അപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. ഇത് ഞാൻ ഫോർവേഡ് ചെയ്യണോ പോകണോ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. പിന്നീട് എനിക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എവിടെ നിന്ന് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഇടവകയിൽ തന്നെയുള്ള ഒരു സ്ഥാപനത്തിൽ പോയി 1 മാസം ജോലി ചെയ്യാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ എനിക്ക് അവിടെ നിന്ന് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ലഭിച്ചു. അതിനുശേഷം മാർച്ച് 19 ഇവിടെ വന്ന് ഞാൻ ആദ്യമായി ഉടമ്പടി പുതുക്കി. ആ ഉടമ്പടി പുതുക്കിയതിന് 2 ദിവസത്തിന് ശേഷം എനിക്ക് വിസ വന്നു. ഞാൻ ബോംബെയിലേക്ക് വന്നു. പിന്നെ എനിക്ക് ഇൻ്റർവ്യൂവിനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി. മെയ് 8 ഞാൻ അത്യാവശ്യം നല്ല സാലറിയിൽ തന്നെ ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ ആ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ പാസ്സായി. മെയ് 8 ഞാൻ ഇസ്രായേൽ ജോലിയിൽ പ്രവേശിച്ചു. അത്യാവശ്യം നല്ല സാലറിയിൽ തന്നെ ഞാൻ ജോലിയിൽ പ്രവേശിച്ചു. പക്ഷേ എനിക്ക് ആ ജോലി ഹാർഡായിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടുള്ള ജോലിയായിരുന്നു. ആ അമ്മച്ചി ഞാനുമായിട്ട് ഒരു രീതിയിലും അഡ്ജസ്റ്റ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്നും രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞാൻ ഈ ഉടമ്പടി തൈലം എൻ്റെ നെറ്റിയിൽ പുരട്ടുന്ന പോലെ തന്നെ അമ്മച്ചിയുടെ നെറ്റിയിലും പുരട്ടുമായിരുന്നു. അങ്ങനെ എനിക്ക് അമ്മച്ചി ഞാനുമായി അഡ്ജസ്റ്റായി. അങ്ങനെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിച്ചു. പിന്നീട് എൻ്റെ ഹസ്ബൻഡിന് കിഡ്നി സ്റ്റോൺ ഉണ്ടായിരുന്നു. അത് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. ആ കാര്യം എനിക്ക് സാധിച്ചു കിട്ടി. മരുന്നൊന്നും കഴിക്കാതെ തന്നെ ഹസ്ബൻഡിൻ്റെ കിഡ്നി സ്റ്റോൺ മാറിക്കിട്ടി. അതുപോലെ ഞങ്ങൾക്ക് 5-6 വർഷമായിട്ടൊരു സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്കൊരു നല്ല ഭവനവും ഇല്ലായിരുന്നു. ഒരു പഴയ വീടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉടമ്പടിയിൽ ഇത് വെച്ചിരുന്നു. അതിൻ്റെ ഫലമായി ഞങ്ങളുടെ സ്ഥലം വിൽപ്പന നടന്നു. ഞങ്ങൾക്ക് ഒരു ഭവനം ലഭിച്ചു. 24-ാം തീയതി അതിൻ്റെ കയറിത്താമസമാണ്. അതും ആദ്യം ഞങ്ങൾ 3 മാസം മുമ്പ് ഈ ഭവനം പോയി കണ്ടിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് നല്ലൊരു തുകയാണ് അവർ പറഞ്ഞത്. ഞങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലായിരുന്നു. പക്ഷേ എൻ്റെ ഹസ്ബൻഡ് അതിൻ്റെ 4 മൂലയിലും ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 2 ആഴ്ച മുമ്പ് അത് ഞങ്ങൾക്ക് തന്നെ ആ ഭവനം അതേ തുകയ്ക്ക് തന്നെ ലഭിച്ചു. പിന്നെ ഞാൻ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചിരുന്നു. എനിക്ക് തൈറോയിഡ് ഉണ്ടായിരുന്നു. 1 വർഷം മുമ്പ് ഞാനിങ്ങനെ കണ്ടിന്യൂസ് മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 1 വർഷമായിട്ട് ഞാൻ മരുന്ന് നിർത്തി. ടെസ്റ്റ് ചെയ്തപ്പോൾ തൈറോയിഡ് നോർമലാണ്. അതുപോലെ മൈഗ്രെയിൻ തലവേദന വന്നപ്പോഴും ഞാൻ ഇതുപോലെ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ആ തലവേദന എനിക്ക് മാറിക്കിട്ടി. എനിക്ക് അവിടെ കുർബാനയൊന്നും കൂടാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. പക്ഷേ ഞാൻ എല്ലാ ഞായറാഴ്ചയും യൂട്യൂബിൽ കുർബാന കാണുകയും കുമ്പസാരിക്കാനും പറ്റുന്നൊരു സാഹചര്യമല്ല. അതുപോലെ ഒരു പ്രാവശ്യം എനിക്ക് അമ്മയുടെ മഴവില്ല് കാണാൻ ഇടയായി. കാരണം ഞാൻ രാത്രിയിൽ സ്വപ്നത്തിൽ ഇങ്ങനെ അമ്മയുടെ മഴവില്ല് കണ്ടു. അതുപോലെ നസ്രത്ത് പള്ളിയിൽ പോകാനും ആ പോകുന്ന വഴിക്ക് എനിക്ക് മഴവില്ല് കാണാനും സാധിച്ചു. അതുപോലെ ഡിസംബറിൽ 1 പ്രാവശ്യമാണ് എനിക്ക് കുമ്പസാരിക്കാൻ സാധിച്ചത്. അവിടെ കുമ്പസാരിക്കാനുള്ള സാഹചര്യമൊന്നുമില്ലായിരുന്നു. 1 പ്രാവശ്യമാണ് കുർബാനയിലും പങ്കെടുക്കാനായിട്ട് സാധിച്ചത്. പക്ഷേ രാവിലെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥനയിൽ സമ്പൂർണ്ണ ജപമാല എനിക്ക് മാക്സിമം 2 എണ്ണം ഞാൻ ചെല്ലാൻ പറ്റുന്ന പോലെ ചെല്ലും. അതുപോലെ അരമണിക്കൂർ ബൈബിൾ വായിക്കും. വൈകുന്നേരവും സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല.
പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അച്ഛൻ്റെ ചൊവ്വാഴ്ചക്കത്തെ ഉടമ്പടി ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും ലൈവായിട്ട് തന്നെ കാണും. അതൊരു 50ഓളം പേർക്ക് ഞാൻ അയച്ചു കൊടുക്കും. ഡെയിലി ബ്രെഡും അതുപോലെ തന്നെ 50ഓളം പേർക്ക് ഞാൻ എല്ലാ ദിവസവും മുടങ്ങാതെ കണ്ട് അയച്ചു കൊടുക്കാറുണ്ട്. അതുപോലെ എനിക്ക് കിട്ടിയ അനുഗ്രഹം കണ്ട് എൻ്റെ ഫ്രണ്ട്സ് പലരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അവർക്കും അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഓൾഡ് ഏജ് ഹോമിൽ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ സഹായം ചെയ്യാറുണ്ട്. അതുപോലെ എല്ലാ മാസവും എൻ്റെ ശമ്പളത്തിൽ നിന്ന് ഞാൻ ഒരു ഓഹരി രോഗികൾക്കായിട്ടും അതുപോലെ ചോദിക്കുന്ന ആവശ്യമുള്ളവർക്ക് ഞാനിങ്ങനെ പൈസയായിട്ട് കൊടുക്കാറുണ്ട്. എൻ്റെ ഒരു കഴിവുകൊണ്ടുമല്ല എനിക്ക് അവിടെ പോയി ജോലി ചെയ്യാൻ സാധിച്ചത് ഞാൻ ഉറപ്പായിട്ട് വിശ്വസിക്കുന്നു. കാരണം ഈ മണ്ണിൽ കാലുകുത്തിയാൽ അനുഗ്രഹമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചിരുന്നു. കാരണം എനിക്ക് ഈ മണ്ണിൽ കാലുകുത്തിയതിന് ശേഷമാണ് ഇസ്രായേലിന് പോകാൻ സാധിച്ചതും ഈ വീട് വാങ്ങാനും അതുപോലെ ഞങ്ങളുടെ വസ്തു വിൽപ്പന നടന്നതും. എനിക്കൊരു കഴിവുമില്ല. എനിക്ക് മൈക്ക് തന്നെ ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്ന ഒരു സ്റ്റേജിൽ കയറുന്നത്. എനിക്ക് നല്ല ഭയമുണ്ട്, ടെൻഷനുണ്ട്. അങ്ങനെയായിരുന്നു. എനിക്ക് ഇൻ്റർവ്യൂവിനും ഭയങ്കര പേടിയും ടെൻഷനും ഒക്കെ ആയിരുന്നു. പക്ഷേ അമ്മ മാതാവിൻ്റെ ഈ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തതും. എൻ്റെ കൂടെ എപ്പോഴും അമ്മയുണ്ട്. എൻ്റെ എല്ലാ കാര്യങ്ങളിലും അമ്മ എല്ലാ കാര്യങ്ങളിലും എന്നെ സഹായിക്കുന്നുണ്ട്. അതുപോലെ അമ്മ മാതാവ് തന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹം അമ്മ മാതാവ് തന്ന ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 അമ്മയ്ക്ക് നന്ദി പറയുന്നു. ഇനി ഉടമ്പടിയിൽ തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഹസ്ബൻഡ് എന്നും ഡെയിലി ബ്രെഡ് വീട്ടിൽ എന്നും 5:30 എൻ്റെ ഹസ്ബൻഡ് കാണും. അതുപോലെ ഞങ്ങളുടെ വസ്തു വിൽക്കുന്നതിന് മുമ്പ് ഈ ആധാരം കൊണ്ടുവന്ന് ഇവിടെ അമ്മ മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിച്ച് അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിലും അത് കയ്യിലെടുത്ത് രാവിലെ നിന്ന് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞങ്ങളുടെ വസ്തു വിൽപ്പന നടന്നത്. അതുപോലെ കുഞ്ഞുങ്ങളെ എല്ലാവരും പ്രാർത്ഥനയിൽ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന ഒരിക്കലും മുടക്കാറില്ല. ഞാൻ അവിടെ ഇസ്രായേലിലാണെങ്കിൽ തന്നെയും എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഒരിക്കലും അങ്ങനെ അനുദിന പ്രാർത്ഥനകളൊന്നും മുടക്കാറില്ല. അവരും ആത്മീയ ജീവിതത്തിൽ കൂടുതൽ വളരാൻ അവർക്ക് സാധിച്ചു. അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 56-ാം അധ്യായം 7-ാം തിരുവചനം. ഞാൻ എൻ്റെ വിശുദ്ധ ഗിരിയിലേക്ക് കൊണ്ടുപോകും. എൻ്റെ പ്രാർത്ഥനാലയത്തിൽ അവർക്ക് സന്തോഷം നൽകും. അവരുടെ ദഹനബലികളും മറ്റു ബലികളും എൻ്റെ ബലിപീഠത്തിൽ സ്വീകാര്യമായിരിക്കും. എൻ്റെ ആലയം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് അറിയപ്പെടും. മോളി തൻ്റെ ജീവിത പങ്കാളിയോടൊപ്പമെന്ന് പ്രത്യക്ഷീകരണ സാക്ഷ്യം ഏറ്റുപറയുമ്പോൾ തികച്ചും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഈ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം. 14 വർഷം ഒരിക്കലും ജോലിക്ക് പോകാതിരുന്ന ഈ മകൾക്ക് ഇസ്രായേലിൽ പോയി ഒരു അന്യഭാഷ സംസാരിക്കുന്ന ഈശോയുടെ ആ ലോകത്ത് ചെന്ന് ഒരു നല്ല ജോലി ചെയ്യുവാനുള്ള സാധ്യത ഉടമ്പടിയിലൂടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോ അവർക്ക് നൽകിയതെന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ നിന്ന് മോളിയുടെ ഏറ്റുപറയുകയാണ്. ഇവിടെ ജോലി കിട്ടാനായിട്ട് അവർക്കൊരു എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമായിരുന്നു. അങ്ങനെ ഒരു ജോലി ചെയ്തിട്ടില്ലാത്ത മകളാണ്. അപ്പോഴാണ് ഉടമ്പടിയിലൂടെ നമുക്ക് ജീവിക്കുമ്പോൾ നാം പ്രവർത്തിക്കുമ്പോൾ ഇതൊരു പ്രവർത്തന പദ്ധതി ആയതുകൊണ്ട് ആ പ്രവർത്തിക്കാൻ തന്നെ ഈ മകൾ പോകാൻ ഒരുങ്ങിയപ്പോഴാണ് 1 മാസത്തെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ എക്സ്പീരിയൻസിന് വേണ്ടി പോയി അവിടെ ചെന്ന് പ്രവർത്തിക്കുവാനും ആ സർട്ടിഫിക്കറ്റ് കിട്ടാനും ജോലി വളരെ പെട്ടെന്ന് ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ടായത്. ഇന്ന് കുടുംബത്തിൽ വളരെയധികം മക്കളാണ് ഒരു യുഗം ജീവിച്ചു കഴിയുമ്പോൾ ഒന്ന് നന്നായി ജോലി ചെയ്ത് കുടുംബത്തെ പുലർത്തണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിക്കുന്ന മക്കളെല്ലാം കരകയറി പോകുന്നത് നമ്മൾ സാക്ഷ്യങ്ങളിലൂടെ കാണുകയാണ്. അതുപോലെ തന്നെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇസ്രായേലിലെ മോളിക്ക് കിട്ടിയ പേഷ്യൻ്റ് ഒട്ടും തന്നെ കോംപ്രമൈസ്ഡ് ആകാത്ത അല്ലെങ്കിൽ ഒട്ടും അഡ്ജസ്റ്റഡ് ആവാത്ത സ്വിഫ്റ്റർ ഉപയോഗിക്കുന്ന ഒരു പേഷ്യൻ്റാണ്. പക്ഷേ മോളി തൈലം പൂശി പ്രാർത്ഥിച്ചപ്പോൾ അമ്മയ്ക്ക് വളരെയധികം പേഷ്യൻ്റ് വളരെയധികം അഡ്ജസ്റ്റ് ചെയ്യുന്നതായും മനസ്സിലാക്കുന്നതായും സ്നേഹത്തോടുകൂടി റെസ്പോണ്ട് ചെയ്യാൻ സാധിക്കുന്നതായും ഒക്കെ മോളിയുടെ ഏറ്റുപറയുന്നത് ഒന്നുകൊണ്ട് മാത്രമാണ്. ഒരു ആശ്വാസ തൈലം കൂടിയാണ് നമുക്ക് കിട്ടുന്ന ഈ വിശുദ്ധ തൈലം. ഈ തൈലത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് പരിശുദ്ധ അമ്മയുടെ ആശ്വാസവും ഈശോയുടെ സൗഖ്യം കൂടിയാണ്. ഒരു സ്വഭാവത്തെ തന്നെ മാറ്റിമറിക്കുവാൻ സാധിക്കുന്ന പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയാണ് നമുക്ക് തൈലത്തിലൂടെയും നേർച്ച വസ്തുക്കളിലൂടെയും എല്ലാം ലഭിക്കുന്നത്. അതുപോലെ കുടുംബത്തിലുള്ള ഒരുപാട് സൗഖ്യങ്ങൾ, ഹസ്ബൻഡിൻ്റെ കിഡ്നി സ്റ്റോൺ ഇല്ലാതായത് സൗഖ്യപ്പെട്ടതും ഭവനത്തിൻ്റെ പണി പെട്ടെന്ന് പൂർത്തിയായതും അവർക്ക് അവരുടെ സ്ഥലം വിൽക്കാൻ സാധിച്ചതും അങ്ങനെ ഒരുപാട്
ജീവിതത്തിൽ അവർക്ക് അസാധ്യമെന്ന് തോന്നിയ കാര്യങ്ങളാണ് വളരെ സമയച്ചുരുക്കത്തിൽ അവരുടെ ജീവിതഭാരം ലഘൂകരിച്ച് ഈശോ അവർക്ക് അനുഗ്രഹം നൽകിയതെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനായി മോളി വളരെ കൃത്യനിഷ്ഠതയോടുകൂടി ദിവ്യബലിയിൽ പങ്കെടുക്കാൻ സാധിക്കുന്നില്ല. അതൊരു ഇസ്രായേൽ ജൂയിഷ് കൺട്രി ആയതുകൊണ്ട് അതിനൊന്നും സാധ്യതയില്ലെങ്കിലും ഇവിടുന്ന് ലഭിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് വളരെ കൃത്യമായി അച്ഛൻ്റെ ധ്യാനങ്ങളിൽ പങ്കെടുക്കുകയും ഡെയിലി ബ്രെഡ് പങ്കെടുക്കുകയും അത് 50 പേർക്കെങ്കിലും കൃത്യമായി അയച്ചു കൊടുക്കുകയും ദൈവരാജ്യം വിസ്തൃതമാക്കുന്ന ഒരു വലിയ പ്രാർത്ഥനാ പദ്ധതിയിലേക്ക് തൻ്റെ ഉടമ്പടി ജീവിതത്തെ എക്സ്റ്റെൻഡ് ചെയ്തതിൻ്റെ കൂടി ഒരു നല്ല സാക്ഷ്യമാണിത്. നമ്മുടെ എത്രമാത്രം ആസ്തി ഡെപ്പോസിറ്റ് നമുക്കുണ്ടോ അത്രമാത്രം അതിൽ കൂടുതൽ ഈശോ നമുക്ക് അമർത്തി കുലുക്കി നിറച്ചളന്ന് നൽകുന്നു എന്ന ഈ സാക്ഷ്യത്തിന് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഒരു ജോലിക്ക് വേണ്ടി സങ്കടപ്പെട്ട് ആഗ്രഹിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളുടെയും നിയോഗങ്ങളെ ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ച് മോളിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് നല്ലൊരു കയ്യടിയോടെ ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.